തുടർച്ചയിലേക്ക് വരാം. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ്. വളരെ പെട്ടെന്ന് അതിലേക്ക്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലുണ്ട്. എവിടെയാ സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ട ഒരുപാട് ആളുകളുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. ഫൈനലായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗീകരിച്ച പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ പേരുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സത്യമാണ്, കോൺഗ്രസിനകത്ത് ഒരുപാട് പേര് അർഹരായ നേതാക്കന്മാരുണ്ട് സ്ഥാനാർത്ഥികളാകാൻ. ഈ തെരഞ്ഞെടുപ്പെന്ന് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് 10 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ പറ്റാത്തവരെല്ലാം കൃത്യമായിട്ടും അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ പാർട്ടിയെ സഹായിക്കാൻ രംഗത്തുണ്ടാവും. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പെരുമ്പാവൂരിലെ പുതിയ സ്ഥാനാർത്ഥി വന്നു. സിറ്റിംഗ് MLA കൃത്യമായിട്ട് ഞാൻ സിറ്റിംഗ് MLAയുടെ നടപടിയെ അങ്ങേറ്റം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം മാറ്റിയപ്പോഴും വളരെ പക്വതയോടെ പെരുമാറി എന്നുള്ളതായിരുന്നു. ഇല്ല, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കുന്നവരല്ല. മത്സരിക്കുന്നവർ മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങുക. ഞങ്ങളെ നാളെ രാവിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലേക്കെല്ലാം കേരളത്തിന് പുറത്തുള്ള സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ഒബ്സർവർമാർ വരും. ആ ഒബ്സർവർമാർ വരുന്ന 12-13 ദിവസക്കാലം കേരളത്തിലുണ്ടാകും. പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ട് പരിഹരിക്കാനും പ്രവർത്തകരോട് സംസാരിക്കാനും നേതാക്കളോട് സംസാരിക്കാനും. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന പരിഗണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവരർഹിക്കുന്ന പരിഗണന ഉണ്ടാവും, സംശയമില്ല. സ്ഥാനാർത്ഥികളിൽ പലരും കെ.സി. വേണുഗോപാലിന്റെ ചിത്രം കൂടെ ചേർത്താണ് പോസ്റ്ററുകൾ അച്ചടിച്ചും ഒട്ടിക്കുന്നത്. അത് ശരി, അതാണോ ഇപ്പോഴത്തെ വാർത്ത? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഇപ്പൊ ചോദിച്ചു അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒരു മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് 4 ദിവസമായിട്ട് അയാൾ ഇറങ്ങിയോ? നിങ്ങൾ ആരെങ്കിലും മാധ്യമങ്ങൾ എഴുതിയോ? ഒരു മന്ത്രിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് 3-4 ദിവസമായിട്ട് അദ്ദേഹം പ്രചരണ രംഗത്ത് പോലും ഇറങ്ങിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 2 പ്രാവശ്യം പറയുന്നു അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഇറങ്ങിയിരിക്കും. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേട്ടത് അദ്ദേഹം അവിടെ നിന്ന് മാറി വേറൊരു സീറ്റിൽ മത്സരിക്കുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞ വേറൊരാളെ മത്സരിക്കും. 5 സീറ്റുകളിൽ, അതുകൂടാതെ 4 സീറ്റുകൾ 5 സീറ്റുകളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്, അർഹതപ്പെട്ടവരുണ്ട്, ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരെല്ലാം പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരായിട്ട് പാർട്ടി ഗവൺമെന്റ് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഉണ്ടാകുന്നവരായിരിക്കും, സംശയമില്ല. പക്ഷെ ഇതിന് നിങ്ങൾ ഉത്തരം പറ. ഒരു സിറ്റിംഗ് മന്ത്രിക്ക് അവരുടെ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. ക്ലിയർ ആണ് ആ റിസൾട്ട്, ഇൻഡിക്കേഷൻ ക്ലിയർ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന് സംശയം വേണ്ട. പോസ്റ്റർ എന്റെ ചിത്രം വെക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാവരും ചിത്രം എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പ്രധാനപ്പെട്ട പോസ്റ്ററുകളൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ല 100 സീറ്റിലോളം വാങ്ങിച്ചിട്ട് UDF ജയിക്കും. ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. പ്രചരണ പ്രവർത്തനം തുടങ്ങുകയാണ്. ഇനി താഴോട്ടില്ല. ഇനി ഓരോ അടിയും മുന്നോട്ടാണ്. ഇത് 100 സീറ്റിലെത്തി ഈ വിജയം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ UDFന് കഴിയും എന്നുള്ളതിന് സംശയമില്ല. കാരണം ഗവൺമെന്റ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കാണുകയുണ്ടായി. ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഉത്തരവാദികളെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കാട്ടിട്ട് പോയവര്, ജയിലിൽ കടന്നവര്, അവരെ ഇപ്പോഴും ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? ഈ ഇലക്ഷൻ UDFന്റെ ഇലക്ഷനാണ്. ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. നീ കുറെ കാലം റിപ്പോർട്ട് ചെയ്തതല്ലേ? നിങ്ങൾ ഞങ്ങളെ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നത്. എവിടെയാണ് വൈകിയത് സ്ഥാനാർത്ഥികളുടെ ചർച്ച? നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയാണ്. അതും ഡീലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്.
ഡിക്ലറേഷനും നോമിനേഷനും തമ്മിൽ ഒരു ദിവസം പോലും വ്യത്യാസമില്ലാതെ താങ്കൾ ഒരുപാട് നാൾ ഡൽഹി പ്രവർത്തിച്ചതല്ലേ, ഒരുപാട് സ്റ്റേറ്റിലെ ഇലക്ഷൻ കണ്ടതല്ലേ, എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഡിക്ലറേഷനും നോമിനേഷനും ഒരു ദിവസം തൊട്ടിട്ട്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ദുരൂഹത നടത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ആകെ നിങ്ങൾ എത്ര ദിവസമുണ്ട് ഇപ്പൊ നോക്കിയേ. ഇപ്പൊ നോമിനേഷൻ തീരുന്നത് 23-ാം തീയതി, വിഡ്രോവൽ 26-ാം തീയതി, 7-ാം തീയതി പ്രചരണം അവസാനിച്ചു. 26-ഉം 10-ഉം 6 ഒന്ന് 11 ദിവസം. ഇതിനിടയിൽ ദുഃഖ വെള്ളിയാഴ്ചയുണ്ട്, ഇതിനിടയിൽ ഈസ്റ്ററുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങൾ കൂട്ടിയാണ് പെരുന്നാൾ കഴിഞ്ഞു. അപ്പോൾ ഫലത്തിൽ 10 ദിവസം പോലും ഇല്ല ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ. ഇങ്ങനെ ഉണ്ടാവുന്ന ആരെങ്കിലും ധരിച്ചിരുന്നോ? ഞങ്ങൾക്ക് ധാരണയില്ലായിരുന്നു. ഞങ്ങൾ വ്യക്തമായിട്ടും ധാരണയോടുകൂടി സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകും. മുന്നണി ചർച്ചകൾ കഴിഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയാസവും കോൺഗ്രസ് സ്ഥാനാർത്ഥികളത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ള അവകാശമുള്ളതുകൊണ്ടും, ഏത് CPM-നെ പോലെ അല്ലല്ലോ, അവിടെ ഒരാൾക്കല്ലേ പറയാൻ അവകാശമുള്ളൂ. ഇവിടെ എല്ലാവർക്കും പറയാൻ അവകാശമുള്ളതുകൊണ്ടും സീറ്റ് ചർച്ചകളിൽ ചില ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണ്. ഓരോ സീറ്റിനെ കുറിച്ചും ചർച്ച വന്ന് ആ സീറ്റിന്റെ മെറിറ്റിനെ കുറിച്ച് പോകുന്നു, സ്ഥാനാർത്ഥിയുടെ മെറിറ്റിനെ കുറിച്ച് പോകുന്നു, നല്ലതാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല. വി ആർ എഹെഡ്. പിന്നെന്താ സംശയം? നിങ്ങൾ സുധാകരന്റെ വിഷയം എന്തായിരുന്നു കഴിഞ്ഞ 2-3 ദിവസക്കാലം നിങ്ങൾ ഉണ്ടാക്കിയത്? ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രതിസന്ധി. മിഞ്ഞാന്ന് വൈകുന്നേരം സുധാകരന്റെ പ്രസ്താവന കണ്ടാൽ മനസ്സിലായി എനിക്ക് എത്രയോ വലുതാണ് പാർട്ടി. ആ ഒറ്റ വാചകത്തിൽ തന്നെ അതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരന്റെ വികാരം. ശരി, നമസ്കാരം. അല്ല, ഇതാണ് ടാർഗറ്റ്. ഇന്നത്തെ ടാർഗറ്റ് ഇതാണോ? ഇത് ചോദിക്കാനാണോ ടാർഗറ്റ്? അവിടുന്ന് പറഞ്ഞതാണല്ലേ. ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. എല്ലാവരും KC-യുടെയും സതീശന്റെയും രമേശിന്റെയും ശശി തരൂരിന്റെയും സുരേഷിന്റെയും എല്ലാവരുടെയും സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിലാണ്. കോൺഗ്രസിൽ അങ്ങനെ ഒരാളുമില്ല. അത് CPM-ല് ഒരാളെ തീരുമാനിക്കാൻ പാടുള്ളൂ. ആ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. അതാണ് ആ ഗോവിന്ദൻ മാഷൊക്കെ തളിപ്പറമ്പിലെ ഗോവിന്ദനും സുധാകരനൊക്കെ പറയുന്നത്. അതാണ്. അവിടെ വേറെ ആർക്കും തീരുമാനമാക്കുക. ഇവിടെ എല്ലാവർക്കും തീരുമാനിക്കാൻ അവകാശമുണ്ട്. ഇവിടെ എല്ലാവരുടെയും സ്ഥാനാർത്ഥികളാണ്. നമസ്കാരം. 25-ന് കോഴിക്കോട്. വിമർശനങ്ങൾക്ക് മറുപടി നൽകിയായിരുന്നു KC. പ്രത്യേകിച്ച് KCക്ക് താല്പര്യമുള്ളവരുടെ ഒരു വലിയ പട്ടികയാണല്ലോ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നത് എന്ന ചോദ്യത്തിന് എല്ലാവരുടെയും സ്ഥാനാർത്ഥികൾ എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. രാഹുൽ ഗാന്ധി ഇതാ 25-ാം തീയതി കേരളത്തിലേക്ക് എത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്. അതായത് 2 ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ടോപ്പ് ഗിയറിലേക്ക് തന്നെ എത്തിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം. കാരണം ദിവസങ്ങൾ മാത്രമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഉള്ളൂ. പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ആണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ടീം സജ്ജമായി കഴിഞ്ഞു UDF-ന്റേത് എന്നത് തന്നെയാണ്. നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഇന്ന് ന്യൂസ് ടൈംസ് ആരംഭിച്ചത് തന്നെ കോൺഗ്രസിന്റെ ചോദ്യം, പ്രത്യേകിച്ച് CPM-നോടുള്ള ചോദ്യം, എവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാകാത്തത്, എന്തുകൊണ്ടാണ് ഇപ്പോഴും ചില സീറ്റുകൾ ഒഴിച്ചിട്ടിട്ടുള്ളത് എന്ന VD സതീശന്റെ ചോദ്യത്തോടെ ആയിരുന്നുവെങ്കിൽ ഇന്നത് ആവർത്തിക്കുകയാണ് KC വേണുഗോപാലും. ഒപ്പം വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നു. പ്രത്യേകിച്ച് ഈ പട്ടികയ്ക്കകത്ത് KC പക്ഷക്കാരുടെ ഒരു നീണ്ട നിരയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടേതുമാണ്. അല്ലാതെ CPM-ലേതുപോലെ ഒരാൾ പറയുന്ന ആൾ മാത്രം സ്ഥാനാർത്ഥികളാകുന്ന സാഹചര്യമല്ല എന്ന വിമർശനം കൂടി ഉന്നയിക്കുന്നു KC. അഭിലാഷ്, എന്തായാലും ഇത്രയും ദിവസം നടന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് KC വേണുഗോപാൽ. ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ നേരിടും, UDF ഒറ്റക്കെട്ടായി നേരിടും. 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് KC വേണുഗോപാൽ ഇന്ന് കേരളത്തിലേക്ക് എത്തി UDF-ന്റെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ്
ഭരണ തുടർച്ച ഉണ്ടാകില്ല. 10 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് UDF അധികാരത്തിലെത്തും. അതോടൊപ്പം തന്നെ ഈ വിവാദം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായ പ്രവർത്തകർ അവരൊക്കെ അതും എൽദോസ് കുന്നപ്പള്ളിയെയും അതോടൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസിനെയും ഉൾപ്പെടെയാണ് ജോസഫ് വാഴക്കനെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് അവർ KC വേണുഗോപാൽ പറയുന്നത്. അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എല്ലാം രമ്യമായി തന്നെ പരിഹരിച്ചു. എല്ലാവരും പ്രവർത്തകരല്ല, കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും സ്ഥാനാർത്ഥിയാകാൻ അർഹതപ്പെട്ടവരാണ്, അവർക്കൊക്കെ അതിന്റെ അവകാശമുണ്ട്. പക്ഷെ എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം അധികാരത്തിലേറ്റ ശേഷം ഉണ്ടാകും എന്നുകൂടി KC വേണുഗോപാൽ പറയുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ചു. അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. കെ സുധാകരൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടതാണല്ലോ. കെ സുധാകരന് പാർട്ടി വിട്ട് മറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതെല്ലാം തന്നെ പാർട്ടിയുടെ വിജയമായി തന്നെ കണക്കാക്കുന്നു എന്നുകൂടി KC വേണുഗോപാൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം താൻ കണ്ടുവെന്നും ഈ സ്വർണ്ണക്കൊള്ളയിലടക്കം ജയിലിലാക്കപ്പെട്ടവരെ സംരക്ഷിക്കുന്ന നിലപാട് അല്ലെങ്കിൽ അതൊന്നും തെറ്റല്ല എന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്കെല്ലാം തന്നെ ഈ ജനവിധി ഉണ്ടാകുമെന്ന തരത്തിൽ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി കോഴിക്കോട് 25-ാം തീയതി പ്രചാരണത്തിനായി എത്തും എന്നുകൂടിയാണ് KC വേണുഗോപാൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്നു മുതൽ എല്ലാ മണ്ഡലങ്ങളിലും സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും, 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തും എന്നുകൂടിയാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.